ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ നമ്മൾ ചിന്തിച്ചതാണ് ബംഗ്ലാദേശിന് സഹായമൊക്കെ നിർത്തുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ഔദ്യോഗികമായി തന്നെ അമേരിക്ക അറിയിക്കുന്നു ഇനി നിങ്ങൾക്ക് പൈസയൊന്നും തരില്ല, സാമ്പത്തിക സഹായം നൽകില്ല. അല്ല, ബംഗ്ലാദേശിനെ അറിയിച്ചതല്ല, ഒരു കമ്മ്യൂണിക്കെ ഇറക്കി. കമ്മ്യൂണിക്കെ ഇറക്കിയെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന് ഈ ദരിദ്ര രാജ്യങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടി US എയ്ഡ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ് US എയ്ഡിൻ്റെ ചുരുക്കം, ഫുൾ ഫോം. അപ്പോൾ ഈ അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ US എയ്ഡ് എന്ന് കാണും. അമേരിക്കയുടെ സഹായം എന്ന് പറയാം, പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ഏജൻസിയുടെ പേരുമാണ്. അപ്പോൾ അവർ അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ US എയ്ഡിൻ്റെ ഭാഗമായി പള്ളികളിൽ നിന്ന് നുറുക്ക് ഗോതമ്പ്, പാൽപ്പൊടി ഇതൊക്കെ കൊടുക്കുമായിരുന്നു. സിനുവിന് ഓർമ്മയില്ല, കേട്ടിട്ടുണ്ട്. എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളിയിൽ നിന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ പോയിട്ട് പാത്രമൊക്കെ ആയിട്ട് ചോറ്റുപാത്രം, ഞാനും പോയിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് കൊടുക്കും അല്ലേ? പള്ളിയിൽ, തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് പാൽപ്പൊടി ഇട്ട് തരും. എനിക്ക് പാൽപ്പൊടി തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി. അന്നൊന്നും പാൽപ്പൊടി ഒന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. പിന്നെ ഈ ഗോതമ്പ്, അപ്പോൾ ആ ചാക്കിൻ്റെയൊക്കെ പുറത്ത് US എയ്ഡ് എന്നുണ്ട് ഉണ്ടായിരുന്നു. ആ US എയ്ഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ സഹായമാണ്. അമേരിക്ക അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, അതിൻ്റെ ചുരുക്കപ്പേരാണ് സഹായം എന്ന് പേരിൽ കൊടുക്കുന്നത്. അത് ദരിദ്ര രാജ്യങ്ങൾക്കെല്ലാം കൊടുക്കും. ഇന്ത്യക്ക് കൊടുക്കും. ഇപ്പം ഇന്ത്യയിൽ വരുന്നൊന്നുമില്ല, ആ അവസ്ഥയൊക്കെ മാറി. എനിക്ക് പള്ളികൾ വഴി കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും ഒരിടത്തും ഇല്ലയെന്ന് തോന്നുന്നു. എനിവേ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ US എയ്ഡിൻ്റെ ഒരു ഓർഡർ വന്നു. അതായത് ട്രംപ് അധികാരമേറ്റ് 5-ാം ദിവസം ഇറക്കിയിരിക്കുന്നു. ഇനി മേലിൽ ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കരാറും പാലിക്കപ്പെടേണ്ടതില്ല. അവർക്കൊരു ഗ്രാൻറ്റും കൊടുക്കാൻ പാടില്ല. അവരുമായി സഹകരിക്കുന്ന ഒരിടപാടും പാടില്ല. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും 25-ാം തീയതി മുതൽ നിർത്തലാക്കിയിരിക്കുന്നു എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിരിക്കുന്നു ട്രംപ്. ആ ഓർഡറിൻ്റെ കോപ്പി നമുക്ക് കാണിക്കാം. US എയ്ഡിൻ്റെ ഓർഡർ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു നയാ പൈസ ബംഗ്ലാദേശിനില്ല. അപ്പോൾ ഇത് വന്നത് 25-ാം തീയതി. 26-ാം തീയതി ഇന്നലെ നമ്മുടെ റിപ്പബ്ലിക് ദിനമായിരുന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ബംഗ്ലാദേശിലെ ഒരു പത്രം, പ്രൊത്തോം ആലോ, അവർക്ക് പ്രിൻ്റും ഉണ്ട് ഓൺലൈനും ഉണ്ട്. പ്രൊത്തോം ആലോ എന്ന് പറയുന്ന പത്രത്തിൻ്റെ റിപ്പോർട്ടർമാർ ഇന്നലെ ബംഗ്ലാദേശിൽ കറങ്ങി. ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ധാക്ക, ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ് കറങ്ങിയത്. ധാക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്, ഒരു അവന്യൂ ആണ് മാനിക് മിയ അവന്യൂ. മാനിക് മിയ അവന്യൂവിൽ നിന്ന് ഇവർ രാത്രി 12:15 ഇവരുടെ ഒരു ട്രിപ്പ് ആരംഭിച്ചു. ഈ പോർത്തോം അലോ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ സംഘം സഞ്ചരിച്ചു. അവർ നോക്കിയത് ബംഗ്ലാദേശിന് ഇപ്പോൾ വളരെ പെട്ടെന്ന് അമേരിക്ക സഹായം റദ്ദാക്കി. ബംഗ്ലാദേശ് ഇന്ത്യയോട് ഡീസൽ ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യ കൊടുത്തിട്ടില്ല. അരി ചോദിച്ചു, 50,000 ടൺ അരി ചോദിച്ചു. ഡിസംബർ അവസാനവും ജനുവരി ആദ്യമായിട്ട് ഇന്ത്യ കൊടുത്തു. അതിനുശേഷം ഡീസൽ ചോദിച്ചു, നമ്മൾ ഡീസൽ കൊടുത്തിട്ടില്ല. അപ്പോൾ US-ൻ്റെ സഹായം നിന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ബംഗ്ലാദേശിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് ഈ പത്രത്തിൻ്റെ ജേർണലിസ്റ്റുകൾ, ഒരു റിപ്പോർട്ടറും ഒരു ഫോട്ടോ ജേർണലിസ്റ്റും കൂടെ ധാക്ക സിറ്റിയിൽ കറങ്ങാനായിട്ട് എഡിറ്റർ പറഞ്ഞയച്ചു. 12:15 അവർ മാനിക് മിയ അവന്യൂവിൽ നിന്ന് യാത്ര ആരംഭിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കണക്കുണ്ട്. ബംഗ്ലാദേശിന് ധാക്ക തലസ്ഥാനമാണ്, നമ്മുടെ ന്യൂഡൽഹി പോലെ തലസ്ഥാന നഗരമായതുകൊണ്ട് അവിടെ 510 പോലീസ് പട്രോൾ ടീമുകളാണ് പോലീസിനുള്ളത്, തലസ്ഥാനം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കാൻ. അതിൽ 250 നൈറ്റ് പട്രോൾ ടീമുകളാണ്. ഈ നൈറ്റ് പട്രോൾ ടീമുകളെ എവിടെയൊക്കെ കാണാൻ കഴിയും? കാരണം പോലീസിനടിക്കാൻ ഡീസലില്ല. പോലീസിനടിക്കാൻ ഡീസലില്ലാത്തതുകൊണ്ട് പോലീസ് പട്രോളിംഗ് ഉണ്ടോ രാത്രിയിൽ? ഇപ്പോഴും സംഘർഷമാണ് അല്ലേ? അതെ. ബംഗ്ലാദേശിൽ സമാധാനത്തിലൊന്നുമില്ല. അതിർത്തിയിൽ അരക്കൻ്റെ ആക്രമണം, ഇന്ത്യയായിട്ട് സംഘർഷം, അവിടെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുടെ ആക്രമണം, ഹിന്ദുക്കളുടെ ചെറുത്തുനിൽപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സംഘർഷഭരിതമായിരിക്കുന്ന ധാക്കയിലെ രാത്രി എങ്ങനെയാണെന്നറിയാനാണ് ഈ മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടറും ഫോട്ടോ ജേർണലിസ്റ്റും പോയത്. അപ്പോൾ അവർ സിറ്റി മുഴുവൻ കറങ്ങി. എന്നിട്ട് അവർ കാണുന്നതെന്നറിയാമോ? പോലീസ് ചെക്ക് പോസ്റ്റുകൾ, 120 പോലീസ് ചെക്ക് പോസ്റ്റുകളാണ് ധാക്ക സിറ്റിയിലുള്ളത്. 120ഉം അനാഥമാണ്. ഒറ്റ സ്ഥലത്ത് പോലും പോലീസുകാരെ കാണാനില്ല, പോലീസ് വാഹനങ്ങളില്ല, പോലീസ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധിക്കാനാളില്ല. അവർ പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു പോലീസ് വാഹനം കണ്ടു, നിർത്തിയിട്ടിരിക്കുകയാണ്. പോലീസുകാർ അതിനകത്ത് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുപാട് കോൾസ്, അവരുടെ വയർലെസ് സെറ്റ് വഴി കോളൊക്കെ വരുന്നുണ്ട്, ഫോൺ വരുന്നുണ്ട്, പക്ഷേ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഈ പോലീസ് ഓഫീസറോട് ഈ പത്രപ്രവർത്തകർ സംസാരിച്ചു. എന്താണ് ഇവിടുന്ന് പോലീസുകാരൊന്നും കാണുന്നില്ലല്ലോ,
നിങ്ങളെന്താണ്, നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ പലയിടത്തും ഓരോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞാൽ അനൗൺസ്മെൻറ്റുകൾ, വയർലെസ് മെസ്സേജുകൾ വരുന്നുണ്ടല്ലോ, എന്താണ് പോവാത്തത്? അപ്പോൾ അവർക്ക് കിട്ടിയ നിർദ്ദേശം, ഞങ്ങൾക്ക് ഓടിക്കാൻ ഡീസലില്ല, അതുകൊണ്ട് വണ്ടി ഇവിടെ ഇട്ട് ഓഫാക്കി ഇവിടെ കിടന്നുറങ്ങുക. പോലീസുകാർക്ക് അത് മാത്രമല്ല, രാത്രിയിലൊക്കെ പട്രോളിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ നഗരത്തിലുണ്ട്. അവരെ എങ്ങനെ നേരിടണം എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് പെട്രോളില്ല, ശമ്പളം മുടങ്ങുന്ന സ്ഥിതിയാണ്, വല്ലാത്ത അരക്ഷിതാവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഞങ്ങളോട് നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആകെ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിക്കാണ് ഡീസൽ ഉള്ളത്. അത് ഓടിയാൽ ചിലപ്പോൾ ഒരാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുള്ള വിളിയായിരിക്കും. അവിടെ ഓടി ചെല്ലുമ്പോൾ ഡീസൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വണ്ടി എവിടെ ഇടുക, കിടന്നുറങ്ങുക. ആകെ 120 ചെക്ക് പോസ്റ്റുകൾ, ഒരു ചെക്ക് പോസ്റ്റിലാണ് ഒരു വാഹനം ഹാൾട്ട് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടതെന്നാണ് പ്രോത്തോം ആലോ എന്ന് പറയുന്ന പത്രം അതിൻ്റെ പ്രിൻ്റ് എഡിഷനിൽ കണ്ടത്. അപ്പോൾ നോക്കൂ, ഒരു രാജ്യം എത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ സഹായം കൂടി ഇല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ രാജ്യത്തെ സമ്പദ്ഘടന ആകെ തകർന്നു. അതായത് നമ്മൾ നോക്കണം, ഈ റോഹിംഗ്യ ഇങ്ങനെ അഭയാർത്ഥികളുണ്ടല്ലോ, മ്യാൻമറിൽ നിന്ന് ഓടി വന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവിടെ വന്ന് താമസിച്ചു. ഓടി നേരെ വരാൻ അവർക്ക് എളുപ്പം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊച്ചി വരെ വരുന്നുണ്ട്, ആലുവയിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ അവിടെ വന്ന് താമസിച്ചപ്പോൾ ബംഗ്ലാദേശ് എന്ത് ചെയ്തു, അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു, താമസിപ്പിച്ചു. 5 ലക്ഷത്തോളം പേരുണ്ടായിരുന്നു. അപ്പോൾ അതും പറഞ്ഞിട്ട് വീണ്ടും പിച്ചച്ചട്ടിയായിട്ട് ബംഗ്ലാദേശ് അമേരിക്കയുടെ അടുത്ത് പോയിരുന്നു. 2017 വരെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക കൊടുത്ത $2.4 ബില്യൺ. അപ്പോൾ ആ കാശ് കൊണ്ടാണ് ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഭീകരന്മാർ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ആ കാശ് നിൽക്കും. അപ്പോൾ ഈ റോഹിംഗ്യൻകാർ ഇനി എന്തോ ചെയ്യും? അപ്പോൾ ഉപജീവനമാർഗം അടഞ്ഞു പോകുന്നു. ഉപജീവനമാർഗ്ഗമല്ല സിനു, റോഹിംഗ്യൻകാരെ ഓടിക്കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റോഹിംഗ്യക്കാർക്ക് വേണ്ടി എയ്ഡൊക്കെ കൊടുത്തിരുന്നല്ലോ, ആ പൈസ തീർന്നതിന് ബംഗ്ലാദേശിലെ പോലീസ്, ഞാൻ അതാ പറഞ്ഞത്, ഞാൻ പോലീസിൻ്റെ ചിത്രം പറഞ്ഞത് അതുകൊണ്ടാണ്. പോലീസിന് ഡീസൽ അടിക്കാൻ കാശില്ല, അതുകൊണ്ട് പട്രോളിങ്ങിന് അവർ ഇറങ്ങുന്നില്ല. ഉള്ള ഒരു വണ്ടി ഒതുക്കിയിട്ടിട്ട് അവർ കിടന്നുറങ്ങുകയാണ്. രാത്രി റെസ്ക്യൂ ആവശ്യപ്പെട്ട് കോളുകളൊക്കെ വന്നാലും ഞങ്ങൾ പോകത്തില്ല, കാരണം ഡീസലില്ല എന്ന് പറയുന്ന, അത് സർക്കാരിൻ്റെ സ്വന്തം ചെലവ്, സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസ്. മറ്റേ രാജ്യത്ത് നിന്ന് ഓടി വന്നവർക്ക്, അഭയാർത്ഥികൾക്ക് പുട്ടും കടലയും കൊടുക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് താമസിപ്പിച്ചിരിക്കുന്നു 5 ലക്ഷം പേര്. ഇവന്മാർക്ക് ശാപ്പാട് കൊടുക്കാൻ വേണ്ടി അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്നത് $2.4 ബില്യൺ. ഇനി ഇല്ല. അപ്പോൾ ഇവന്മാരെന്തെടുത്തും വായു കഴിക്കുമോ? അപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അത് ഇന്ത്യക്കൊരു വലിയ ഭീഷണിയാണ്. അപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ അവന്മാർ ഓടി ഇന്ത്യ വരാൻ നോക്കണം. നമ്മൾ അതുകൊണ്ടാണ് ഇന്ത്യ അതിർത്തിയിൽ വേലി കെട്ടാൻ പോകുന്നത്. ജാഗ്രത, BSF കടുത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്, അതിർത്തി നമ്മൾ കാക്കുകയാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ 5 ലക്ഷം പേർ ആയുധമെടുത്ത് കൊള്ളയടിക്കാൻ ഇറങ്ങും ബംഗ്ലാദേശികളെ. വേറെ മാർഗ്ഗമില്ലല്ലോ. വേറെ മാർഗ്ഗമില്ല. ഇവർക്ക് കൊടുക്കാനുള്ള, ചെലവിന് കൊടുക്കാനുള്ള കാശ് തീർന്നു. ഒരു കണക്ക് ഞാൻ കണ്ടത്, അത് കണ്ടപ്പോൾ വലിയ ഫിഗറാണ് എനിക്ക് കണ്ടത്. ബംഗ്ലാദേശിൽ നിന്ന് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന ധനസഹായം $72 ബില്യൺ ആയിരുന്നു അത്രേ ഇതുവരെ. $72 ബില്യൺ. അപ്പോൾ ഇത്രയും പൈസയ്ക്ക് എന്ത് ചെയ്തു? അതോ അവരോരോ കാര്യത്തിന് ഉപയോഗിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി എന്തു ചെയ്യും? ഇതാണ് അവസ്ഥ. കാരണം അവിടെ പോലീസുകാർ പറയുന്നു, ഞങ്ങൾ പുറത്തിറങ്ങി ഇറങ്ങാൻ ഇവ ഭീകരന്മാർ വന്ന് ഞങ്ങളെ അടിക്കും. പോലീസിന് ജോലി ചെയ്യാൻ പേടി, ശമ്പളമില്ല, ഡീസലില്ല, ഒന്നുമില്ല. ഇനി ഇവർ വാങ്ങിച്ച് ഞങ്ങൾ ഇസ്ലാമിക സഹോദരങ്ങളാണെന്നും പറഞ്ഞ് വാങ്ങി ഇവിടെ കൊണ്ട് പാർപ്പിച്ച അവന്മാർക്ക് വായ്ക്കരി ഇട്ട് കൊടുക്കാനുള്ള പൈസ വകുപ്പ് അമേരിക്ക കൊടുക്കത്തില്ല. അപ്പോൾ $72 ബില്യൺ ആയിരുന്നു ബംഗ്ലാദേശിൻ്റെ എക്കണോമിയെ, സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയിരുന്നത്. അത് നിർത്തിക്കൊണ്ട് അധികാരമേറ്റതിൻ്റെ 5-ാം നാൾ ട്രംപ് ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞപ്പോൾ, സ്ഥാനാരോഹണം കഴിഞ്ഞപ്പോഴും ട്രംപ് പറഞ്ഞു, ഹിന്ദുസ് ആൻഡ് ഇന്ത്യൻസ് ആർ മൈ ഫേവററ്റ് എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇന്ത്യക്കാരും ഹിന്ദുസ് എന്നും ഇലക്ഷന് മുമ്പും പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞും പറഞ്ഞു, അധികാരമേറ്റതിന് ശേഷം ട്രംപ് പറഞ്ഞു. അപ്പോൾ ഏതായാലും 20-ാം തീയതി ട്രംപ് അധികാരത്തിലെത്തിയാൽ ബംഗ്ലാദേശിൽ ചിലതൊക്കെ നടക്കും എന്ന് പറഞ്ഞത് നടന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു ആഭ്യന്തര കലാപം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം കൂടെ അല്ലേ അത്? ഉറപ്പായിട്ടും. കാരണം രാഷ്ട്രീയ നേതൃത്വം ഇല്ലല്ലോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജ്യത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഭരിക്കണം. ഇപ്പോൾ ഈ യൂനിസ് ആരാണ്? അയാൾക്ക് എന്ത് ജനബന്ധമുണ്ട്? അയാൾ ബ്ലേഡ് കമ്പനി നടത്തിയ ആളുകൾക്ക് കാശ് കൊടുത്തു, ആളുകളെ മുഴുവൻ കടക്കണിയിൽപ്പെടുത്തിയ ആളെന്ന നിലയ്ക്ക് അപ്പുറത്ത് അയാൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? എന്ത് ജനകീയ ബന്ധമാണുള്ളത്? ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സർക്കാരിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ക്രമസമാധാനം നിലനിർത്താനോ വേണ്ട പോലീസും ഇല്ല.
ഇന്ധനമില്ല, ഭക്ഷണമില്ല. ഇനി ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഭീകരാവസ്ഥ, ബംഗ്ലാദേശ് എന്ത് നശിച്ചും പണ്ടാറടങ്ങിപ്പോട്ടെ, നമ്മുടെ വിഷയമല്ല. പക്ഷേ അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആകുമോ ഈ റോഹിംഗ്യൻസ്? അവരെന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും US എയ്ഡ് നിന്നതുകൂടി, ഭക്ഷണത്തിനുള്ള വക കൂടി നിലച്ചതുകൂടി ഇവർ ബംഗ്ലാദേശിനെ തിന്നും. മറ്റൊരു വലിയ ദുരന്തം. അതായത് റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇനി വരാൻ പോകുന്നതാണ്. അത് മാത്രം നമ്മുടെ ആശങ്ക, ഈ പണ്ടാരങ്ങളെങ്ങാനും ഓടി ഇങ്ങോട്ട് വരുമോ? ഓൾറെഡി വന്നിട്ടുണ്ട്. ജമ്മുവിൽ മാത്രം 30,000 എണ്ണം വന്ന് താമസിക്കുന്നുണ്ട്. അവരെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യ സർക്കാർ നടപടിയെടുത്തപ്പോൾ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ സുപ്രീം കോമഡി ഉത്തരവ് പുറപ്പെടുവിച്ചു. തൊട്ട് പോരുത്, അവരെ ഇറക്കരുത്. എങ്ങനെയുണ്ട്? സുപ്രീം കോമഡിയായ ഒരു ഉത്തരവ് വന്നുകൊണ്ട് അവരെ ഒഴിപ്പിക്കൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ കോടതികൾക്ക് അങ്ങനെയുണ്ട്. കാശ്മീരിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഓടിച്ച് പലായനം ചെയ്ത പണ്ഡിറ്റുകളും വർഷങ്ങളായിട്ട് തെരുവി കഴിയുക. ഒരു കോമഡി ഉത്തരവും വന്നിട്ടില്ല അവരെ ഒന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ ഇപ്പോൾ എന്താ, റോഹിംഗ്യനെ തുടരുന്നു പറഞ്ഞിരിക്കുക. അപ്പോൾ റോഹിംഗ്യൻസ് 5 ലക്ഷം പേരുണ്ട് ബംഗ്ലാദേശിൽ. അവർക്ക് ചെല്ലും ചെലവിനും കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ബംഗ്ലാദേശിൻ്റെ അടപ്പവർ വരും. അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ബംഗ്ലാദേശിലേക്ക് ഇന്ത്യൻ ആർമി ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ച് ബംഗ്ലാദേശിനെ പിടിച്ചെടുത്ത് അവിടെ ഹസീനയെ പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒന്നും വേണ്ടി വരത്തില്ല. യൂനിസ് വീഴാൻ പോവുകയാണ്, ബംഗ്ലാദേശ് കത്താൻ പോവുകയാണ്. ഒരു ജനാധിപത്യ സർക്കാരിനെ, കുറേ ഗൂൺസിനെ, കുറേ അക്രമകാരികളെ, കുറേ ജമാഅത്തെ ഇസ്ലാമി ഭീകരരായ 12,000 ഗുണ്ടകളെ ഇറക്കിവിട്ട് അട്ടിമറിച്ചതിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ കാണാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. യൂനിസ് എപ്പോൾ വെടിതിരും എന്ന് നോക്കിയിരുന്നാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.